നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പണിങ്ങിൽ പീസ് ഡെവലപ്മെൻറ്റ്, സെൻറ്റർ കൺട്രോൾ എന്നിവ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഓപ്പോണൻറ്റിന് മിഡിൽ ഗെയിമിൽ തന്നെ വളരെ ശക്തമായ അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ വൈറ്റിൻ്റെ 2 നൈറ്റുകളും 2 ബിഷപ്പുകളും ക്യൂനും 2 റൂക്കുകളും കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുന്നതിന് തയ്യാറായാണ് നിൽക്കുന്നത്. ബ്ലാക്കിൻ്റെ പല പീസുകളും ഡെഡ് പീസുകളാണ്. ഡെവലപ്പ് ചെയ്ത പീസുകൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്കോ കിങ് സൈഡിലേക്കോ വളരെ ശക്തമായ ഒരു അറ്റാക്ക് നൽകുന്നതിനോ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ഒരു പ്രതിരോധം തീർക്കുന്നതിനോ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ഒരു പൊസിഷൻ വരികയാണെങ്കിൽ പല ടാറ്റിക്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ബിഷപ്പ് H7 പ്ലസ് കിങ് H8. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് ക്യൂനിനു സഞ്ചരിക്കാവുന്ന ഡയഗണൽ ബ്ലോക്ക് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബിഷപ്പിനെ ആ ഡയഗണലിൽ നിന്നും മറ്റൊരു ഡയഗണലിലേക്ക് മാറ്റുകയാണെങ്കിൽ ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബിഷപ്പ് G8. ഇനി ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ വൈറ്റിന് QH7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കാം. കാരണം G5-ലിരിക്കുന്ന നൈറ്റും വൈറ്റ് ബിഷപ്പും H7 എന്ന സ്ക്വയർ നിയന്ത്രിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പോൺ G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ QH7 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് ക്രോസ് F7. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന പോണിനെ വെട്ടുമ്പോൾ G6-ലിരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. H ക്രോസ് G5. ഇപ്പോൾ വൈറ്റിന് ക്യൂൻ ക്രോസ് G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ നല്ല ഒരു പൊസിഷനിലെത്തിക്കാം. അല്ലെങ്കിൽ H ക്രോസ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവർഡ് അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്യൂൻ ക്രോസ് G6. വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഒരു അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യൂ ക്രോസ് G6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് ഈ കളി റിസൈൻ ചെയ്യുന്നു. എന്നാൽ ഇതിന് ശേഷം എന്താണ് ഈ ഗെയിമിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ ക്രോസ് F7 ഒരു ചെക്കുമേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് തടയുന്നതിൻ്റെ ഭാഗമായി ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. എൻ ക്രോസ് F7, റൂ ക്രോസ് F7. ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ പൊസിഷനിൽ പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത്. H ക്രോസ് G5 എന്ന നീക്കം നടത്തുമ്പോൾ G5-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെയും H1-ലിരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെയും ആക്രമിക്കുവാൻ സാധിക്കുന്നു. റൂക്ക് G7, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ ക്രോസ് H5 പ്ലസ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. കിങ് G8, റൂക്ക് ക്രോസ് E6 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്തതായി ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് വയ്ക്കുകയും റൂക്കുകൾ പരസ്പരം വെട്ടിക്കളിക്കുമ്പോൾ ക്യൂൻ ക്രോസ് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എൻ ക്രോസ് E3 പ്ലസ് കിങ് F3, ബിഷപ്പ് E7, BE7 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പോണിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുകയും റൂക്ക് E8 എന്ന ഒരു നീക്കം ബ്ലോക്ക് ചെയ്യുകയുമാണ്. ക്യൂൻ H8 പ്ലസ് കിങ് F7. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെയും കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെയും ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. എന്നാൽ വൈറ്റിന് ഈ പൊസിഷനിൽ നിഷ്പ്രയാസം ഒരു പീസിനെ ഫ്രീ ആയി ലഭിക്കും. റൂക്ക് ക്രോസ് E7 പ്ലസ് കിങ് ക്രോസ് E7, ക്യൂൻ ക്രോസ് G7 പ്ലസ് കിങ് E6, റൂക്ക് H6 പ്ലസ് കിങ് F5, റൂക്ക് F5 പ്ലസ് ചെക്ക് മേറ്റ്.